നമുക്കറിയാം രാജ്യത്ത് 2014 മുതൽ ഇതുവരെ 200-ലേറെ ആൾക്കൂട്ട ആക്രമണ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. ഔദ്യോഗികമായൊരു കണക്ക് എവിടെയില്ല. അതിൽ കേരളം ഉണ്ടായിരുന്നില്ല. വംശീയ ആക്രമണത്തിൽ കേരളം ഉണ്ടായിരുന്നില്ല. ഈ 200-ൽ 90%-ലധികം ശതമാനം ആളുകളും മുസ്ലിങ്ങളായിരുന്നു. വംശീയമായി തന്നെ കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. നമ്മൾ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നത് അതാണ്. അതിനാണ് ക്ഷതമേറ്റത്. ആ ക്ഷതത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്നത് ഈ പരിഹാരക്രിയകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ കുറ്റവാളികളെ ഉടൻ തന്നെ പിടികൂടുക, നല്ല വകുപ്പുകൾ, ഏറ്റവും ചേർന്ന വകുപ്പുകൾ, അതായത് ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ വകുപ്പുകൾ, SC/ST അട്രോസിറ്റി ആക്ട് ചേർക്കുക. ഇങ്ങനെ ഈ വകുപ്പുകളൊക്കെ ചേർത്ത് കുറ്റവാളികൾക്ക് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവരെ പൂട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മൃതദേഹത്തിനോട് ആദരവ് കാണിക്കണം. ഈ മൃതദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തണം. ആ കുടുംബത്തിന് പറ്റിയ നഷ്ടത്തിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൊടുക്കണം. അത് എത്രയാണ് തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ കൊടുക്കണം. അവരാവശ്യപ്പെടുന്നതിലും അധികം തുക നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്.